ഹായ് ഓൾ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് പറങ്കിയങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി മിഠായി തയ്യാറാക്കാനായിട്ടാണ്. അപ്പോൾ കടിച്ചാപർച്ചി എന്നൊക്കെ പറയട്ടോ ഞങ്ങളിവിടെ. പിന്നെ അപ്പോൾ കുറച്ച് പറങ്കിയങ്ങ നമ്മൾ അടുത്തുള്ള പറമ്പിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇനി പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇതിൻ്റെ നീരാണ് നമുക്ക് ആവശ്യം, ചണ്ടി ആവശ്യമില്ല. അപ്പോൾ പറങ്കിയങ്ങ എല്ലാം നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കുക കേട്ടോ, കുട്ടികളുടെ സഹായത്തിന്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നല്ല കഴുകി വൃത്തിയാക്കി പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഇത് നല്ലൊരു നൊസ്റ്റു കേട്ടോ. പണ്ട് കാലത്തൊക്കെ, പഴയ കാലത്ത്, ഇപ്പോൾ എവിടെയും ഞാൻ ഉണ്ടാക്കണം അങ്ങനെ കണ്ടിട്ടില്ല. പഴയ കാലത്തൊക്കെ ഞാൻ ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിൽ എപ്പോഴും ഉണ്ടാക്കിയ ഒരു മിഠായി ആയിട്ടത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇത് അരിച്ചെടുക്കണം കേട്ടോ. ഈ ചണ്ടി ഇതിൽ പെട്ടതൊക്കെ ഒഴിവാക്കിയെടുക്കണം. അപ്പോൾ ഈ നീരാണ് നമുക്ക് ആവശ്യം കേട്ടോ. അപ്പോൾ ഈ നീര് നമ്മൾ ഒരു ചെമ്പട്ടിലാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തിളച്ച് വരുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതുപോലെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് ഗ്യാസുമ്മ ഉണ്ടാക്കാൻ പറ്റുമോ വെച്ചാൽ പറ്റായില്ല, പക്ഷേ ഗ്യാസ് നല്ലവണ്ണം ചിലവാകും. ഇപ്പോൾ ഈ ഗ്യാസിന് ഇത്രയും വിലയുള്ള ടൈമിൽ അപ്പോൾ നമുക്ക് ഇങ്ങനത്തതൊക്കെ അടുപ്പില്ലാത്തവർക്ക് ഇതുപോലെ ഒരു അടുപ്പ് ഉണ്ടാക്കുന്നതാണ് സേഫ്. അപ്പോൾ നമുക്ക് ഗ്യാസ് ലാഭിക്കാം. പിന്നെ അടുപ്പത്ത് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇത് ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. നമ്മൾ ചെറുപ്പത്തിലൊക്കെ അധികം എപ്പോഴും ഉണ്ടാക്കിയൊരു ഇതാണ് കേട്ടോ, പറങ്കിയങ്ങ അച്ചി കറി. എപ്പോഴും എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാക്കിനു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി ട്രൈ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ കുറച്ചൊക്കെ ഒരു ഹാഫ് ടൈം ആയിട്ടുണ്ട് കേട്ടോ. കുറുകി പകുതി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ നല്ലവണ്ണം കുറുകി വരണം കേട്ടോ. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയി, ഇത്രേ കുറുകിയിട്ടുള്ളൂ. കളറൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ നല്ലവണ്ണം കുറുകി വരുവോളം ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇളക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമ്മൾ തിളച്ച് പോകുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ കളറൊക്കെ മാറി വരുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടതാ, ഈ ഇത് തയ്യാറാക്കുമ്പോൾ ആവശ്യമില്ലാത്ത പഴയ ചെമ്പട്ടിയൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം കരിയൊക്കെ നല്ല പിടിക്കും. അപ്പോൾ കഴുകി വൃത്തിയാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാക്കാൻ. അപ്പോൾ ഇത് ഞാൻ ഇവിടുത്തെ അങ്ങനെ ഉപയോഗിക്കാത്തൊരു ചെമ്പട്ടി കേട്ടോ. അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതവിടെ കുറുകി വരുന്ന ടൈം കൊണ്ട് നമുക്കിതിലോട്ട് തേങ്ങ വേണം കേട്ടോ. അപ്പോൾ തേങ്ങ പൊളിച്ച് ചിരകിയെടുക്കാം കേട്ടോ. കുറുകി ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു രീതിയിലായിട്ടുണ്ട്. കളറൊക്കെ നല്ല മാറി വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് ടൈമും കൂടി ഇളക്കി കൊടുക്കാനുണ്ട്. അപ്പോൾ ശർക്കര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര കേട്ടോ. ഈ അരിമണി ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. നമ്മുടെ സാധാ റേഷൻ അരിയാണ്. അത് നന്നായിട്ട് വറുത്തെടുക്കും. അരിമണി നല്ല രീതിയിൽ കളർ മാറിയിട്ടുണ്ട് കേട്ടോ. അരിമണി വറുത്തെടുത്തു, കടല, പിന്നെ ഒരു ഫുൾ തേങ്ങ. അപ്പോൾ ഇത് നമ്മൾ ഐഫോണിൻ്റെ പവറൊക്കെ പോയിട്ടുണ്ട്. കളറൊക്കെ ഇരുട്ടായതുകൊണ്ട് ക്ലിയറൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കൊണ്ടോ. അപ്പോൾ ഇതിലോട്ട് കടല ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എടുത്ത് വെച്ച തേങ്ങ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതും കൂടി ആഡ് ചെയ്തിട്ട് ഇനി കൊണ്ടോ അടുത്തത് അരിമണി വറുത്തതാട്ടോ ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി അതിൻ്റെ കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ സാധനം ഇവിടെ സെറ്റായിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ അവസാന ടൈമിൽ ഇതുപോലെ അങ്ങോട്ട് വരും കേട്ടോ, കുറുകി. അപ്പോൾ ഗൈസ് നല്ല രീതിയിൽ കുറുന്നനായി വരുന്നുണ്ട്. കുറച്ച് റിസ്ക്കുള്ള പണിയാണ്, പക്ഷേ കഴിഞ്ഞ നല്ല ടേസ്റ്റുള്ള സംഭവം കേട്ടോ. അപ്പോൾ നമ്മളെ ക്യാമറ പവറില്ല, ക്ലിയറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇരുട്ടായതുകൊണ്ട് ക്ലിയർ ഇല്ല കേട്ടോ വീഡിയോ. അതാണ് നമ്മൾ കുറച്ച് ഇത് നമ്മൾ ഒരു വാഴൻ്റെ ഇലയിലോട്ട്
മാറ്റിയിട്ട് കാണിച്ചു കേട്ടോ. നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതൊരു വാഴയിലയിട്ട് ഞാൻ മാറ്റിയിട്ട് കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്ന്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറുക്കാപ്പറിച്ചി ഇവിടെ റെഡി. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ കടിച്ചാപ്പറിച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അത്. ഞാനൊരു ഇലയിലോട്ട് ആഡ് ചെയ്ത് കാണിച്ചതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. നമ്മൾ ഒറിജിനൽ കടിച്ചാപ്പറിച്ചിൽ വെല്ലും. എല്ലാവരും കടയിൽ നിന്ന് വാങ്ങാറും ടേസ്റ്റിൽ നമുക്ക് ഇത് ചൂടറിയാൽ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്യണം ഗൈസ്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള കടിച്ചാപ്പറിച്ചിയാണ്. പിന്നെ ഈ ഒരു രീതിയിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. ചെറിയ ചൂടിൽ കുറഞ്ഞ നീരായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ അതാ ഇതുപോലെ കുട്ടികൾക്ക് നമുക്ക് മിഠായി ആക്കിങ്ങാണ്ട് കുപ്പിയിലോ വല്ല ബൗളിലോ ഒക്കെ ഇട്ട് വെക്കാം കേട്ടോ. അങ്ങനെയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ നമ്മൾ കടിച്ചാപ്പറിച്ചി കൊണ്ട് ഉണ്ടാക്കിയ മിഠായി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിഠായി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സച്ചു തിന്നിട്ട് വിവരം പറയട്ടോ. എങ്ങനെയുണ്ട് മിഠായി? അടിപൊളി. നല്ല ടേസ്റ്റ് ഇല്ലേ? പീടിയിൽ നിന്ന് വാങ്ങണ മിഠായി താരെ ടേസ്റ്റ് ഇല്ലേ കഴിക്കാൻ? അപ്പോൾ വേണം ഇതുപോലെ കുറച്ച് റിസ്ക് എടുത്താൽ ഉറപ്പില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിഠായി കടിച്ചാപ്പറിച്ചി നമുക്ക് തയ്യാറാക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. കാരണം ഉറപ്പില്ല. നല്ല വായിലിട്ടാൽ കുട്ടികൾക്ക് കടിച്ച് കഴിക്കാൻ പറ്റിയ ഒരു രീതിയിലുള്ള മിഠായിയാണ്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവർ, ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. കടലക്കയും അരിമണിയും തേങ്ങയൊക്കെ ചെല്ലുമ്പോൾ നല്ലൊരു കടിച്ചാപ്പറിച്ചി മിഠായി കേട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങൾ പറങ്കിയങ്ങ ഉണ്ടാക്കിയത് കണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ പറങ്കിയങ്ങ സംഘടിപ്പിച്ചും കൂടി നിങ്ങൾ കണ്ടു നോക്കി. ഇതാ നമ്മൾ അടുത്തുള്ള പറമ്പിൽ നിന്ന് ഞാനും കുട്ടികളും കൂടി പറങ്കിയങ്ങ കുറേ പൊറുക്കി കൊടുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ഗൈസ്. ഒരു നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യുന്നു എൻ്റെ കുട്ടികൾക്ക്. കാരണം ഇവർക്കൊന്നും അത്ര തീരെ ശീലമില്ലാത്ത പരിപാടിയാണ് ഈ പരിപാടി. പറങ്കിയങ്ങയൊക്കെ പറക്കി ഞങ്ങളിതാ ഓരോ വണ്ടിയൊക്കെ അവിടെ ഇരിഞ്ഞ് വെച്ച് ഞങ്ങളിതാ പറങ്കിയങ്ങയൊക്കെ പൊറുക്കി ഇതാ ഉപ്പുമുളകിട്ടൊക്കെ കഴിച്ചു ഗൈസ്. എന്താ ടേസ്റ്റ് എന്നോ. അങ്ങനെയൊക്കെ ഒന്ന് കഴിക്കാത്തവർ ഈ നോസ്റ്റൊക്കെ ട്രൈ ചെയ്യുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അടിപൊളി കടിച്ചാപ്പറിച്ചി. ബായ്. വീണ്ടും